നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ പോരാട്ട ഭൂമിയിൽ അധികാരത്തിന്റെ പ്രതീകങ്ങളെ ഓരോന്നായി തകർത്തുകൊണ്ട് മുന്നേറാനുള്ള കരുത്ത് കോൺഗ്രസിനുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് ഏറെയാണ്. നിലവിൽ രാജ്യത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വർഗീയതയുടെയും വിഭാഗീയതയുടെയും വിഷം പേറി വളരുന്ന ശക്തിയായിട്ടുള്ള BJPയുടെ പ്രതീകമായിട്ടുള്ള താമരയുടെ ഇതളുകൾ പറിച്ചെറിയാൻ ചരിത്രപരമായ മതേതര പാരമ്പര്യമുള്ള കോൺഗ്രസിന്റെ കൈകൾ തന്നെ ധാരാളം എന്നതാണ് പ്രധാനമായി ഉയരുന്ന വാദം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിച്ചും രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെ ചേർത്തുപിടിച്ചും മുന്നോട്ടു പോയ കോൺഗ്രസ് ഇന്ന് കേന്ദ്രഭരണം കൈയാളുന്ന BJPയുടെ ഏകാധിപത്യ പ്രവണതകൾക്കും ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുന്ന നടപടികൾക്കും ന്യൂനപക്ഷങ്ങളെ ആശങ്കപ്പെടുത്തുന്ന നിയമനിർമ്മാണങ്ങൾക്കും ശക്തമായ ഒരു ബദലാണ് തീർക്കുന്നത്. അധികാരത്തിന്റെ കേന്ദ്രീകരണം, വർഗീയ ധ്രുവീകരണം, സാമ്പത്തിക അസമത്വം എന്നിവയിലൂടെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന BJPയുടെ രാഷ്ട്രീയത്തെ തദ്ദേശീയ തലത്തിൽ പോലും കടപുഴകി എറിയണമെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന വിപുലമായ ജനാധിപത്യ സഖ്യം വിജയിക്കേണ്ടത് ഈ മണ്ണിൽ അനിവാര്യമാണ്. മതേതര ഇന്ത്യയുടെ പുനഃസ്ഥാപനത്തിനും ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതിനും ഭരണഘടനയുടെ യഥാർത്ഥ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടി അധികാരത്തിന്റെ മണ്ണിൽ നിന്ന് താമരയുടെ വേരറുക്കാൻ കോൺഗ്രസ് എന്ന ബഹുജന പ്രസ്ഥാനം മുന്നോട്ട് വരേണ്ടതുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJP വിജയിക്കരുത് എന്ന് വാദിക്കുന്നതിന്റെ അടിസ്ഥാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും കേന്ദ്രത്തിലെ അവരുടെ ഭരണരീതിയെയും കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ അവർ നേരിടുന്ന വെല്ലുവിളികളെയും ആശ്രയിച്ചാണ് അത് കിടക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJP ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം ഒരു പ്രധാന ആശങ്കയായിട്ടാണ് ഇന്ന് ലോകം മുഴുവൻ കാണുന്നത്. രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതരത്വം, സാമൂഹിക നീതി, ബഹുസ്വരത എന്നീ മൂല്യങ്ങൾക്ക് വിരുദ്ധമായി വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനും ന്യൂനപക്ഷങ്ങളെ ആശങ്കപ്പെടുത്താനും ശ്രമിക്കുന്നു എന്ന ആരോപണം അവിടെ നിലനിൽക്കുന്നു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പൗരത്വ ഭേദഗതി നിയമം, കാർഷിക നിയമങ്ങൾ, നോട്ട് നിരോധനം തുടങ്ങിയ പല നയങ്ങളും ജനജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ കൂടിയാലോചനകളോ മുന്നൊരുക്കങ്ങളോ ഇല്ലാതെ നടപ്പാക്കിയെന്ന വിമർശനവും ശക്തമാണ്. ഇത് ഫെഡറൽ സംവിധാനങ്ങളുടെയും ജനാധിപത്യ സ്ഥാപനങ്ങളുടെയും നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നതായിട്ടാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രവുമല്ല, കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ സംസ്ഥാനത്തെ ശക്തമായ മതേതര പാരമ്പര്യത്തിനും സാമൂഹിക പുരോഗമന ചിന്താഗതിക്കും BJP ഭീഷണി ഉയർത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ BJPക്ക് അധികാരം ലഭിക്കുന്നത് കേന്ദ്രത്തിൽ നിന്നുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ വർദ്ധിപ്പിക്കാനും പ്രാദേശിക വികസന പദ്ധതികളിൽ വർഗീയമായ അജണ്ടകൾ കടത്തിവിടാനും സാധ്യതയുണ്ട്. ത്രിതല പഞ്ചായത്തുകൾ പോലുള്ള പ്രാദേശിക ഭരണ സംവിധാനങ്ങൾ, ആവശ്യ സർവീസുകൾ, പ്രാദേശിക വികസനം, ക്ഷേമ പദ്ധതികൾ എന്നിവ നടപ്പാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഈ സ്ഥാപനങ്ങളെ മതേതരമല്ലാതെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനെ തടസ്സപ്പെടുത്താൻ സാധ്യതയുമുണ്ട്. കൂടാതെ BJPക്ക് കേരളത്തിൽ വ്യക്തമായ ഒരു സംഘടനാപരമായ ഐക്യം നിലനിർത്താനോ മറ്റു മുന്നണികളെ പോലെ ശക്തമായ ഒരു ജനകീയ അടിത്തറ കെട്ടിപ്പടുക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആഭ്യന്തര കലഹങ്ങൾ, കോഴ വിവാദങ്ങൾ, തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ എന്നിവ പാർട്ടി നേരിടുന്ന തോന്നിവാസങ്ങളായിട്ടാണ് പൊതുജനം നോക്കിക്കാണുന്നത്. ഇത്തരം സാഹചര്യത്തിൽ ദുർബലമായ സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ കാര്യക്ഷമമായി ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുമോ എന്ന സംശയം എതിർപ്പിന് കാരണമാകുന്നുണ്ട്. പ്രാദേശിക തലത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനേക്കാൾ പാർട്ടിയുടെ കേന്ദ്രീകൃത രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയാൽ അത് വികസനത്തെയും അതുപോലെ തന്നെ പ്രാദേശിക ജനക്ഷേമത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്കയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ കോൺഗ്രസ് അധികാരത്തിൽ വരണം അല്ലെങ്കിൽ അവർ വിജയിക്കണം എന്ന് പറയുന്നതിന്റെ കാരണങ്ങൾ പ്രധാനമായും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അവരുടെ ചരിത്രപരമായ സ്ഥാനവും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രതിദാനം ചെയ്യുന്ന ആശയങ്ങളെയുമാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യം പേറുന്ന പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളായിട്ടുള്ള മതേതരത്വം, സോഷ്യലിസം, ജനാധിപത്യം എന്നിവയോട് ശക്തമായ പ്രതിബദ്ധത പുലർത്തുന്നു എന്ന് അവരെ പിന്തുണയ്ക്കുന്നവർ പറയുന്നുണ്ട്. BJP ഉയർത്തുന്ന തീവ്രമായ വർഗീയ രാഷ്ട്രീയത്തിന് ബദലായി രാജ്യത്തിന്റെ ബഹുസ്വരതയും നാനാത്വത്തിൽ ഏകത്വവും സംരക്ഷിക്കാൻ കോൺഗ്രസിനെ കഴിയൂ എന്ന് അവർ അടിയുറച്ച് വിശ്വസിക്കുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങളെയും പിന്നോക്ക വിഭാഗങ്ങളെയും ചേർത്തു നിർത്തുന്ന സമീപനം സ്വീകരിക്കുകയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസന അജണ്ട മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്
കോൺഗ്രസിന്റെ പ്രധാന ആകർഷണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സാമ്പത്തികമായി തന്നെ നോക്കിയാൽ കോൺഗ്രസ് ഉദാരവൽക്കരണവും സാമൂഹിക ക്ഷേമവും സമന്വയിപ്പിക്കുന്ന ഒരു മിശ്രിത സമീപനമാണ് പിന്തുടരുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ജനക്ഷേമനത്തിനുമായി അവർ അവതരിപ്പിച്ച ന്യായ് പോലുള്ള പദ്ധതികൾ സാധാരണക്കാർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നവയാണ്. സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിനും കോൺഗ്രസിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ സാധിക്കുമെന്നും അവരെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു. കൂടാതെ BJP സർക്കാരിന്റെ ഫെഡറൽ സംവിധാനത്തോടുള്ള സമീപനം, ജനാധിപത്യ സ്ഥാപനങ്ങളുടെ ദുർബലപ്പെടുത്തൽ, കേന്ദ്രീകൃത ഭരണരീതി എന്നിവയ്ക്കെതിരെ ശക്തമായ ഒരു ബദൽ കോൺഗ്രസിന് നൽകാൻ സാധിക്കുകയും ചെയ്യും. സംസ്ഥാന സർക്കാരുകളുടെ അവകാശങ്ങളെ മാനിക്കുന്ന കൂടുതൽ കൂടിയാലോചനകളിലൂടെ നയങ്ങൾ രൂപീകരിക്കുന്ന ഒരു ഭരണക്രമം കോൺഗ്രസിന് കീഴിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രാദേശിക തലത്തിലും ദേശീയ തലത്തിലും കോൺഗ്രസ് ജയിക്കുന്നത് ജനാധിപത്യപരമായ ചർച്ചകൾക്കും അതുപോലെ തന്നെ ആരോഗ്യകരമായ പ്രതിപക്ഷത്തിനും ഇന്ത്യയിൽ വീണ്ടും ഇടം നൽകുമെന്നതും BJPയുടെ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ ഇത് അനിവാര്യമാണ് എന്നും ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJPക്കെതിരെ ഒരു ദേശീയ ബദലായി കോൺഗ്രസിന് നേതൃത്വം നൽകുന്ന UDF മുന്നണി ശക്തിയാണ്. സംസ്ഥാനത്തിന്റെ വികസനത്തിനും മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും LDFനും BJPക്കും ബദലായി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന സമീപനങ്ങൾ ഗുണകരമാകുമെന്ന് ഈ നാട്ടിലെ മലയാളികൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിന്റെ ഭാഗമായി തന്നെ തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു കാറ്റ് UDFന് അനുകൂലമായി വീശുമെന്ന പ്രതീക്ഷയിലാണ് അവർ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ഇപ്പോൾ തന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. നന്ദി.